നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ ലോണുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ മലയാളികൾ പൊതുവെ ലോണ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ലോണിൻ്റെ തിരിച്ചടവിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൊതുവെ ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ലോണുകൾ രണ്ട് തരമുണ്ട്. രണ്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് ലോണുകളെ ചുരുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ലോൺ അഥവാ പ്രൊഡക്റ്റീവ് ഡെറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ഡെക്കറേറ്റീവ് ലോൺ അഥവാ ഡെക്കറേറ്റീവ് ഡെറ്റ് എന്ന് പറയും. ഡെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടം അത്ര ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റീവ് ലോൺ? പ്രൊഡക്റ്റീവ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട ലോണുകളാണ്. അതായത് ആ ലോൺ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ നമ്മളൊരു 3 വർഷം മുതൽ 5 വർഷം വരെ പിന്തള്ളപ്പെടാൻ സാഹചര്യമുണ്ട്. അത്തരം സാധ്യതകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ലോണുകളാണ് പ്രൊഡക്റ്റീവ് ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ലോണ്, അവരുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് പഠനത്തിന് വേണ്ടിയിട്ട് വിദേശത്തുള്ള പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ലോണ്, ഇതൊക്കെ നമ്മൾ ആ ലോൺ എടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം അത്തരം ലോണുകളെയാണ് പ്രൊഡക്റ്റീവ് ലോൺ എന്ന് പൊതുവെ പറയുന്നത്. ഇനി ഡെക്കറേറ്റീവ് ലോൺ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡെക്കറേറ്റീവ് ലോൺ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നതാണ് ഡെക്കറേറ്റീവ് ലോൺ. ഉദാഹരണത്തിന് നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അടുത്ത വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡെക്കറേറ്റീവ് ലോണാണ്. നമ്മളൊരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ടൂറിന് വേണ്ടിയിട്ട്, വിദേശത്തുള്ള ഒരു ടൂറിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതും ഡെക്കറേറ്റീവ് ലോണിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോൺ എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുന്നത് 2 ഫ്ലേവറിൽ നമുക്ക് ലോൺ ലഭ്യമാകുന്നുണ്ട്. അത് ഒന്നാമത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊളാറ്ററലൈസ്ഡ് ലോൺ എന്ന് പറയും. മറ്റൊന്ന് അൺകൊളാറ്ററലൈസ്ഡ് ലോൺ എന്ന് പറയും. കൊളാറ്ററലൈസ്ഡ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ സ്വർണമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ ഈട് വെച്ച് എടുക്കുന്ന ലോണുകളാണ് കൊളാറ്ററലൈസ്ഡ് ലോൺ. അത്തരം ഈടുകളൊന്നുമില്ലാതെ നമ്മൾ എടുക്കുന്ന ലോണുകളാണ് അൺകൊളാറ്ററലൈസ്ഡ് ലോണുകൾ. ഈ കൊളാറ്ററലൈസ്ഡ് ലോണുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 8 മുതൽ 10% വരെ പലിശയെ സാധാരണഗതിയിൽ കാണുകയുള്ളൂ. എന്നാൽ അൺകൊളാറ്ററലൈസ്ഡ് ലോണിൻ്റെ അവസ്ഥ അതല്ല. 12% മുതൽ 24% വരെയോ അതിന് മുകളിലേക്കോ ഒരു പക്ഷേ 36% വരെയോ ഒക്കെ പലിശ കയറി വരാവുന്ന ലോണുകളാണ് അൺകൊളാറ്ററലൈസ്ഡ് ലോണുകൾ. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് പരമാവധി കൂടുതലായും കൊളാറ്ററലൈസ്ഡ് ലോണുകൾ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അൺകൊളാറ്ററലൈസ്ഡ് ലോണുകളിലേക്ക് പോകാതെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലോണ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിന് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ഗോൾഡൻ റൂൾ ഓഫ് ബോറോവിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അതായത് നമ്മളുടെ ഇൻകത്തിൻ്റെ 30%-ലധികം EMI വരാൻ പാടില്ല. നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസം തോറുമുള്ള തിരിച്ചടവ് യാതൊരു കാരണവശാലും നമ്മളുടെ ടേക്ക് ഹോം ഇൻകത്തിൻ്റെ, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന ഇൻകത്തിൻ്റെ 30%-ലധികം വരാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മളൊരു 10,000 രൂപയാണ് നമുക്ക് ഒരു മാസം വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ലഭ്യമാകുന്നത് എങ്കിൽ, അഥവാ നമ്മുടെ സാലറി 10,000 രൂപയാണ് എങ്കിൽ നമ്മൾ 3,000 രൂപയിൽ കൂടുതൽ ലോൺ എടുക്കാൻ, ലോണിൻ്റെ EMI ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് സേവ് ചെയ്യാൻ പൈസ ഇല്ലാതെ വരും. ഒരു എമർജൻസി വന്നാൽ നമുക്ക് പൈസ ഇല്ലാതെ വരും. നമുക്ക് മെൻ്റൽ സ്ട്രെസ്, ഫൈനാൻഷ്യലി നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ലോണും നമ്മൾ ആ ലോൺ ഉപയോഗിച്ച് ബൈ ചെയ്യുന്ന പ്രോഡക്റ്റും ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈഫ് നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലൈഫ് ലോണിൻ്റെ ലൈഫിനേക്കാളും കൂടുതലായിരിക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ഹൗസ് ലോണാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം 20 വർഷമാണ് നമ്മുടെ ലോണിൻ്റെ ലൈഫ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 20 വർഷത്തിന് മുകളിലേക്ക് വരുന്നുണ്ട്. അത്തരം ലോണുകൾ നമുക്ക് അനുഗുണമായിട്ടുള്ള ലോണുകളാണ്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ലോണുകളാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മളെടുക്കുന്ന ലോണിനേക്കാളും പ്രോഡക്റ്റിൻ്റെ ലൈഫ് ചെറുതാണെങ്കിൽ, കുറവാണെങ്കിൽ അത്തരം ലോണുകൾ നമ്മൾ ലോൺ എടുത്ത് ചെയ്യാൻ പാടില്ല. അത്തരം പ്രോഡക്റ്റ് നമ്മൾ ലോൺ എടുത്ത് ചെയ്യാൻ പാടില്ല. കാരണം ഉദാഹരണത്തിന് നമ്മളുടെ ഒരു 2 ആഴ്ചത്തേക്കുള്ള ഒരു ടൂറിന് വേണ്ടിയിട്ട്, ഒരു 2 വീക്ക് ജേർണി, ഒരു എബ്രോഡ് ജേർണി, ഒരു ടൂറ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 വർഷത്തേക്കുള്ള ഒരു ലോൺ എടുക്കാൻ പാടില്ല. യാതൊരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സേവിങ്സിൽ നിന്നും തന്നെ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലോൺ എടുക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് നമ്മുടെ ലോണിൻ്റെ EMI കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോണിൻ്റെ കാലാവധി കൂട്ടിയെടുക്കരുത്. അത് വലിയ അപകടമാണ്. ലോൺ കാലാവധി പരമാവധി കുറച്ച് തന്നെ നമ്മൾ ലോൺ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ നമ്മൾ 5 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ എടുത്തു എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പലിശ എന്ന് പറയുന്നത്, പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് ഏകദേശം 2.25 ലക്ഷം രൂപയായിരിക്കും. ഇനി ഇതേ സംഭവം തന്നെ, ഇതേ ലോൺ തന്നെ നമ്മൾ 20 വർഷത്തേക്കാക്കി എന്ന് വിചാരിക്കുക. കാരണം നമ്മുടെ EMI കുറഞ്ഞിരിക്കും. അതായത് ഈ 10 ലക്ഷം രൂപ 5 വർഷം എന്നുള്ളത് 20 വർഷത്തേക്കാക്കി 10% ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നമ്മൾ ആ ലോണ് കണ്ടിന്യൂ ചെയ്താൽ സംഭവിക്കുന്നത്, നമ്മൾ അടയ്ക്കുന്ന റീപേയ്മെന്റ്, ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന റീപേയ്മെന്റ് എന്ന് പറയുന്നത് 13.16 ലക്ഷം രൂപയായിരിക്കും. 2.5 ലക്ഷം എവിടെ നിൽക്കുന്നു? 13.16 ലക്ഷം എവിടെ നിൽക്കുന്നു? അപ്പം ലോണിന്റെ നമ്മുടെ EMIയുടെ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോണിന്റെ ഡ്യൂറേഷൻ കൂട്ടിയെങ്കിൽ വലിയ അപകടമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ലോവർ EMI എന്നുള്ളത് സത്യത്തിൽ ഒരു സ്ലോ പോയിസൺ ആണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യാതൊരു കാരണവശാലും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കരുത്, അതിന് വേണ്ടിയിട്ട് പോകരുത്. അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ലോണിൽ നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട്, ആ ലോണിന്റെ ആ ഒരു കെണിയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വർഷവും ഒരു EMI നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കുക. എല്ലാ വർഷവും ഒരു EMI എങ്കിലും നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കുക. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു EMI ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഈ 10% പലിശയിൽ നമ്മൾ തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, EMI തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു എക്സ്ട്രാ EMI നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിലധികം നമ്മുടെ ഈ ലോണിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിക്കും. അത് ഒരു EMI എന്നുള്ളത്, എക്സ്ട്രാ EMI 1 എന്നുള്ളത് 2 ആക്കുവാണെങ്കിൽ നമുക്ക് 2 വർഷത്തിലധികം നമ്മുടെ ഈ ലോൺ ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. നമുക്കൊരു അഡീഷണൽ ഇൻകം എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്കൊരു ബോണസ് ലഭിച്ചു, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടായാൽ, അപ്പോൾ തന്നെ അത് മറ്റ് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ആ തുക തീർച്ചയായിട്ടും നമ്മുടെ ലോണിന്റെ തിരിച്ചടവിലേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ലോണിന്റെ ഡ്യൂറേഷൻ വളരെയധികം കുറഞ്ഞിരിക്കും. മറ്റൊന്ന്, നമുക്ക് ഒരു ബാങ്കിൽ നിന്നും എടുത്ത ലോണ് നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും, വേറൊരു ബാങ്കിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളൊരു 10% പലിശയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു ലോണ്, അത് നമുക്ക് ഒരു 8.5% പലിശയ്ക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് ആ ലോണിനെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ ഓഫർ നമ്മൾ സ്വീകരിക്കണം. ഇത് ബാങ്കുകാർ നമ്മളോട് വന്ന് ചോദിക്കാൻ സാധ്യതയില്ല, നമ്മൾ ബാങ്കിലേക്ക് ചെന്ന് ചോദിക്കണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെടുത്ത ബാങ്കിൽ തന്നെ ലോൺ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ബാങ്ക് കുറച്ചുകൂടെ കുറഞ്ഞ പലിശ നിരക്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ ലോൺ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത്തരം ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം, ഒരു മിനിമം 2 വർഷമെങ്കിലും വീണ്ടും തിരിച്ചടവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുതലാവുള്ളൂ. അതുപോലെ തന്നെ അതിന് വരുന്ന ചാർജസും കോസ്റ്റും ഒക്കെ നമ്മൾക്ക് ഫേവറബിൾ ആയിരിക്കണമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പെയർ ചെയ്യുക എന്ന് പറയും. ഒരു ലോണിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് പെയർ ചെയ്യണം. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു EMI ഒരു മാസം ഒരു 20,000 ആണ് എന്ന് വിചാരിക്കുക. അതൊരു 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ കാലാവധിയിൽ നമ്മൾ ഒരു 20,000 രൂപ EMI ആയിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സാധ്യമാകുന്ന എല്ലാവരും അതിൻ്റെ ഒരു 4/1 തുക, അതായത് ഒരു 5,000 റുപ്പീസ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലോണ് പരിപൂർണമായിട്ടും അടച്ച് തീരുന്ന ആ സമയത്ത് അതേ എമൗണ്ട് നമുക്ക് അതിനേക്കാളും കുറഞ്ഞ തുകയിൽ 5,000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 15,000 രൂപ വെച്ച് 20,000 രൂപ നമ്മൾ മുടക്കി അടച്ചു തീർത്ത ലോണിൻ്റെ ഒപ്പമുള്ള ഒരു എമൗണ്ടോ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയോ, ചിലപ്പോൾ അതിന് മുകളിലോ ഉള്ള ഒരു എമൗണ്ട് നമ്മൾക്ക് ഈ ലോണ് തിരിച്ച് അടച്ച് തീരുന്ന അതേ സമയം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. മറക്കാതെ അത്തരം കാര്യങ്ങളിൽ നമുക്ക് സാധ്യമാണെങ്കിൽ, ഇതെല്ലാവർക്കും സാധ്യമല്ല, സാധ്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് മുതിരണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മളുടെ 1 രൂപ പോലും നഷ്ടപ്പെടാതെയാണ് അപ്പം നമ്മൾ നമ്മുടെ ഒരു വീട് ബൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ലോൺ എടുത്തിരിക്കുന്നത്, ആ ലോണ് നമുക്ക് ആക്ച്വലി കോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ വന്നിരിക്കുകയാണ്. ഒരു 0 കോസ്റ്റിൽ നമ്മൾ ആ കാര്യം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് എല്ലാവർക്കും സാധ്യമല്ല. അത് 20,000 രൂപ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 5,000 രൂപയും കൂടെ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമുക്കത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യേണ്ടതാണ്. വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഗുണകരമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. താങ്ക് യു.